അച്ഛാ, മക്കളുടെ ഒക്കെ സന്തോഷം നോക്കിയേ. ഓ കണ്ടട സുരേന്ദ്ര, അവരുടെ സന്തോഷം കണ്ടിട്ടേ എന്റെ മനസ്സും കണ്ണും നിറഞ്ഞേക്കുവാ. മുതലാളി, പന്തൽ വർക്കൊക്കെ കഴിഞ്ഞു, ഇനി ഡെക്കറേഷൻ വർക്ക് തുടങ്ങട്ടെ. തുടങ്ങിക്കോ മോനെ. എന്നാ മക്കളൊക്കെ കസേരന്റെ അടുത്ത് മാറിന്നേ, ചേട്ടനൊന്ന് ഇറങ്ങട്ടെ. അതൊന്നും വേണ്ട മക്കളെ, ചേട്ടന്മാര് ചെയ്തോട്ടോ, അത് മക്കള് നോക്കി നിന്നോ. ഓ അതിനെന്താ, ചേട്ടന്മാര് ദേ ഇപ്പൊ തീർത്തരട്ടോ. ए भैया इधर आओ। क्या मुदलाली, दिस कुर्सी इधर में थोड़ा थोड़ा तळुको। इधर में, अच्छा भैया इधर में। ओके मुदलाली, थोड़ा थोड़ा इधर में भैया, कुछ कुछ भैया बस 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 അതിനോട് ബസ് ഒന്ന് കാണാനില്ല. മതി മതി എന്ന് പറഞ്ഞു സുലൈമാനെ. ശരി, ബസ്സിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായില്ല. कुर्सी में हटो भैया। मोयलाली तुम किधर जाते? इधर में, ये पकड़ो। പക്കടോ, അതെന്തായിരിക്കണ്ടേ? അത് പിടിക്കാൻ പറഞ്ഞാ തോന്നുന്നേ. പന്തൽ में ऊपर रखो। ഓക്കെ മൊയിലാളി, മൊയിലാളി പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. എന്റെ ഭയ്യ, നമ്മൾ ഈ കേരളത്തിൽ തന്നെയല്ലേ പണിയെടുക്കണത്, അപ്പൊ മലയാളം പഠിക്കാതെ പറ്റുമോ മൊയിലാളി? അതെ അതെ, അവസാനം കേരളത്തിന്റെ പേര് ബംഗാളി നാക്കേണ്ടി വരുമോന്നാവോ? ഊപ്പർ രഘു ഭയ്യ, പന്തലിന്റെ മുകളിൽ വെക്കാനല്ലേ, അത് ഞാൻ ചെയ്തോളാ. എന്നൊന്ന് വേഗം ആവട്ടടാ. ഞാൻ ബാലചന്ദ്രൻ, ഇവിടെ 50 ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ കൊടുത്തിരുന്നേ, എല്ലാം റെഡി ആയിന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ചായിരുന്നു, അതാ വന്നേ. ശിവാനിയുടെ ഹാഫ് സാരി സെറിമണി ഇൻവിറ്റേഷൻ കാർഡ് അല്ലേ? ഞാൻ ശിവാനിയുടെ അച്ഛനാണേ. അല്ല മധുവേട്ടൻ എവിടെ, ഇവിടുത്തെ മുതലാളി? അച്ഛൻ ഹോസ്പിറ്റലിൽ പോയേക്കുവാണേ. അല്ല മധുവേട്ടൻ എന്താ പറ്റിയേ? ഏയ് അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇന്നലെ മുതൽ നല്ല ക്ഷീണം, അപ്പൊ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാ. ഓ അത് ശരി. ഇതാ കാർഡ്, ഓപ്പൺ ആക്കി നോക്കൂ. അല്ല മോളെ, ഇതിന്റെ മുകളിൽ ഒരു ഫ്രഷ് റോസ് ഫ്ലവർ വെക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങളെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ ചീത്തയായി പോവില്ലേ. ഒരു 10 മിനിറ്റ് മതി, അതിനുള്ളിൽ എല്ലാം റെഡിയാക്കി തരാം. ശരി മോളെ. ആ കെട്ടഴിച്ചാ മതി. ഗംഭീരായിട്ടുണ്ട് സർ. ഫോട്ടോ നോക്കല്ലേ, ഇനി ഒരു ചേഞ്ച് വരുത്തണ്ടല്ലോ. ഏയ് വേണ്ട മോളെ, ഇനി ഇതിന് റോസ് ഫ്ലവർ വെക്കൂട്ടോ. ശരി സാർ, ഇന്ന് തരൂ. സാറിനൊന്നും വിളിക്കണ്ട, ഇന്നൊരു ഏട്ടന്റെ സ്ഥാനത്ത് കണ്ടാ മതിയേ. ഭയ്യ ഇതറാവോ? ഓക്കെ മൊയലാളി. മൊയലാളി അല്ലടാ, മുതലാളി. മൊയലാളി എടാ ബംഗാളി, മൊയലാളി അല്ല മുതലാളി. ശരി മൊളയാളി. ഇവനെ കൊണ്ട് വലിയ പുലിവാലായാലോ. നീ എന്നെ മുതലാളിന്ന് വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാ മതി. ശരി ചേട്ടേ. മിക്കവാറും നീ എന്നെ ഒരു പരമ ചെറ്റയാക്കും. നീ എന്നെ മൊളയാളിന്ന് തന്നെ വിളിച്ചാ മതി. ഈ പൂക്കോട്ടൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടേ ഈ കസേരൊക്കെ അവിടെ നീക്കി വെക്ക്. മൊളയാളി തോട തോട മാറൂ. അന്റെ വിറ്റ് കുഞ്ചം വിങ്ങി നിക്ക പോലെ മാറി നിക്ക് മൊയലാളി. ശരിക്കും ഞാനാണോ മുതലാളി, അതോ ഇവനാണോ? ആ പൂവെടുത്തോട്ട് വാ. എവിടെ വെക്കണം? എന്റെ തലയില്. ശരി മൊളയാളി. നല്ല അനുസരണയുള്ള ബംഗാളി അല്ലടി പാർക്കുട്ടി. എടാ എഴുപ്പാളി, എന്റെ തലയിലല്ലടാ, ആ കാർട്ടലിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യേ. ശരി മൊലാളി. വാഴ അവിടെ വെച്ചാ മതി. മക്കളൊന്ന് മാറിനേ, ചേട്ടൻ അവിടെ വാഴ വെക്കട്ടോ. മൊളയാളി ഇത് ഇവിടെ അല്ലേ വെക്കേണ്ടത്? അതേടെ ഭയ്യ, എല്ലാരും ഒന്ന് കുറച്ച് മാറിക്കേ. എല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെക്കാട്ടിലും ഗംഭീരായിട്ടുണ്ട്. 25 കൊല്ലത്തെ പാരമ്പര്യം ഉണ്ടേ. എന്റെ പേരക്കുട്ടിന്റെ കുഞ്ഞിക്കല്യാണം ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുത്. ഭയ്യ ജൽദി കരോ ജൽദി കരോ. എന്റെ പിങ്കുമോളെ അതൊന്നും ഇപ്പൊ തന്നെ കഴിച്ചേക്കല്ലേ. മറ്റൊന്ന് ഫംഗ്ഷൻ കഴിട്ടോ, അപ്പൊ പിങ്കുമോൾക്ക് മുഴുവൻ അത് തിന്ന് തീർക്കാം. പാർക്കുട്ടിയെ, പിങ്കുമോള് പഴം തിന്നുണ്ടോന്ന് നീ ഒന്ന് സൂക്ഷിക്കണേ. അമ്മ വിളിക്കണ്ട് കുട്ടികളെ, വേഗം പോയോക്ക്.
ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് സെന്ററിലുണ്ടേ. ബാലു ക്ഷണക്കത്ത് എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഞാൻ മനസ്സിൽ കരുതിയതിനെക്കാട്ടിൽ സൂപ്പർ ആയിട്ടുണ്ടേ. കാർഡിലെ ഫോട്ടോയിലെ നമ്മുടെ ശിവാനി മോളെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ആണോ? ആ പിന്നെ ഞാൻ ഫോൺ വിളിച്ചതേ, നീ വേഗം ഒരുങ്ങി നിൽക്കട്ടോ. ഞാൻ സ്കൂട്ടി ആയിട്ട് ഇപ്പൊ വരും. നമുക്ക് ഇപ്പൊ തന്നെ പോയിട്ടേ പാർക്കുട്ടിന്റെ ശിവമോടി ഫ്രണ്ട്സിനെ അങ്ങ് വിളിക്കാം. എന്നാ അതോടെ കഴിയുമല്ലോ. ഇപ്പോഴോ? ഡ്രസ് എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോവാൻ എല്ലാരും ഒരുങ്ങ ബാലു. എനിക്ക് അവരെ കൂടെ പോണ്ടേ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നില്ലു. പുതിയതോരും കുട്ടികളൊക്കെ ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്ക് കുറെ സമയം എടുക്കൂടി. അവരെയും കൊണ്ട് സുരേന്ദ്രൻ ഷോപ്പൊക്കെ പോയിക്കോളും. അപ്പോഴേക്ക് നമുക്ക് 2-3 ആൾക്കാരെങ്കിലും ക്ഷണിച്ചു വെക്കാം. അവര് ഷോപ്പിലെത്തുമ്പോ നമുക്ക് അങ്ങോട്ട് ചെല്ലാനേ. എന്തിനാ വെറുതെ സമയം കളയുന്നേ? നീ വേഗം ഒരുങ്ങാൻ നോക്ക്. ചേട്ടാ. ശരി നീലു, ഞാൻ വെക്കുവാ. ആ മധുവേട്ടന്റെ മോള് വിളിക്കുന്നുണ്ട്. ശരി ശരി. സീതേ. എന്താ ചേച്ചി? ബാലിപ്പോ വരെ. ഞങ്ങള് പാർക്കുട്ടിനെ ശിവന്റെ ഒക്കെ ഫ്രണ്ട്സിനെ വിളിക്കാൻ വേണ്ടി പോവാ. നീയും സൈനും ഉഷയ്ക്ക് ഷോപ്പിലെത്തിട്ട് എനിക്കൊന്ന് വിളിച്ചാ മതി. അപ്പൊ ഞങ്ങൾ ഷോപ്പൊക്കെ വരാട്ടോ. ശരി ചേച്ചി. പാർക്കുട്ടി. പാർക്കുട്ടിനെ കൊണ്ടുപോണ്ടോ? അവൾക്കല്ല അവളുടെ ശിവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട് അറിയത്തുള്ളൂ. ആ അത് ശരിയാ. പാർക്കുട്ടി നീ എവിടെയാ? എല്ലാം കഴിഞ്ഞു. ഇതിൽ 50 കാർഡ്സ് ഉണ്ട് കേട്ടോ. ക്യാഷ് ഓൾറെഡി ഞാൻ അച്ഛന് പേ ചെയ്തിട്ടുണ്ട്. അറിയാം ചേട്ടാ. എന്നാ ശരി മോളെ, ഞാൻ ഇറങ്ങുവാ. ആ പിന്നെ അച്ഛനും മോളും കൂടി എന്റെ മകളുടെ ഫംഗ്ഷന് വന്നേക്കണേ. ആ ശരി ചേട്ടാ. വരാന്നല്ല, എന്തായാലും വരണം, മറക്കരുത്. അമ്മയുടെ ചക്കര മോളല്ലേ, ഈ കഷായം കൂടെ കുടിക്ക്. കഷായം കുടിച്ചിട്ട് വേണം ഈ പുഴുങ്ങിയ മുട്ട കഴിക്കാൻ. വേഗം ആവട്ടെ, അമ്മക്ക് എന്തോരം പണി അടുക്കളയിൽ ഉണ്ടെന്നറിയോ? വേണ്ട അമ്മ കഴിക്കും. ഇല്ല മോളെ, നേരത്തെ പോലെ കഴിക്കത്തൊന്നുമില്ല. അമ്മ കഴിക്കണ്ട ചേർത്തുണ്ടേ. വേണ്ട, എനിക്ക് ഛർദ്ദിക്കാൻ വരും അമ്മ. ശിവ, അമ്മയുടെ ക്ഷമ പരീക്ഷിക്കലേ. വേഗം അങ്ങോട്ട് കുടിക്ക്. ആ വായന കയ്യൊന്ന് മാറ്റി രുചിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. അമ്മ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ടേ. അങ്ങോട്ട് കണ്ണും ചിമ്മിയോട് കുടിക്കും മോളെ, എന്നാലല്ലേ ക്ഷീണൊക്കെ മാറുള്ളൂ. അച്ഛമ്മയുടെ ചക്കര വാവ. കണ്ണും ചിമ്മിയോട് കുടിക്ക്. മണത്ത് നോക്കാതെ. എത്രാമത്തെ പ്രാവശ്യം നീ കുടിച്ചു മൊത്തം ഛർദ്ദിച്ചു കളയണേ? ഞാൻ ആർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മര്യാദ കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് ഉണ്ടാക്കി തരാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുടിക്കൂല. വേണമെങ്കിൽ പിങ്കി മോൾക്ക് കൊടുക്ക്. മോൾക്ക് വേറെ കഷായം തരാട്ടോ. ഇത് ശിവമോൾക്കുള്ളതാണേ. എന്നാ കഷായം വേണമെങ്കിൽ വേണ്ട, ഈ 2 പുഴുങ്ങിയ മുട്ടയിലും കഴിക്കുമോളെ. എനിക്ക് മുട്ട ഇഷ്ടമില്ലെന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ? ഈ സമയത്ത് ഇതൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം നന്നാവുള്ളൂ. ക്ഷീണൊക്കെ മാറണ്ടേ മോളുടെ? എനിക്കൊരു ക്ഷീണമില്ല. ഇപ്പൊ ഒരു ക്ഷീണം ഉണ്ടാവത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കാണത്തുള്ളൂ. ഞങ്ങളുടെ ഈ പ്രായത്തിലൊക്കെ പച്ചമുട്ടയാ കഴിച്ചിരുന്നേ. അന്നത്തെ കാലത്ത് അതൊക്കെ കഴിച്ചോണ്ടാ ഞങ്ങൾ ഇപ്പോഴും ചുറുചുറുക്കാണ് നടക്കണേ. എനിക്കിതൊന്നും വേണ്ട. ആഹാ, നിന്നെ അങ്ങനെ വിട്ട പറ്റത്തില്ലല്ലോ. നിന്നെ കൊണ്ട് ഇത് കഴിപ്പിച്ചിട്ട് ഞങ്ങൾ പോണുള്ളൂ. ആർക്കുട്ടി, ഇത് നിന്റെ ചേച്ചിനെ കൂടെ കുടിപ്പിച്ചേ. അമ്മമാരെ ഇങ്ങോട്ട് പോരെ, ബാക്കിക്ക് പിള്ളേരെ ഏറ്റോളൂ. അതാ നല്ലത്. നീലുമ്മേ ഇങ്ങോട്ട് കാട്ടി. ചേച്ചിനെ കൂടി കസായി കൊടുത്തിട്ട് കാര്യം ഞങ്ങൾ ഏറ്റി. എടാ സുലൈമാനെ, ഞാൻ നിന്റെ ചേച്ചിയെടാ. ഇനി നീലും ഒരു കാര്യം പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശിമാരെ ഇന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ആദ്യമേ ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ സമാധാനത്തിൽ ഇരുന്ന് കുടിക്കാന്നല്ലോ. ഇനി നീ തന്നെ അനുഭവിച്ചോ, അതാ നല്ലത്. അയ്യോ, എല്ലാരും പോയാ? ആമിക്കുട്ടി എന്താ? പൊടിമോളെ, അമ്മക്കുട്ടി, പിങ്കുമോളെ എന്താ? അയ്യോ, എന്നെ കൊല്ലാൻ പോണേ. ആരെങ്കിലും ഓടി വന്നേ. ഇങ്ങോട്ട് വാടി ചേച്ചി. അയ്യോ, എല്ലാരും ചേച്ചിയുടെ തലയും മാലൊക്കെ പിടിച്ചില്ലേ? പിടിച്ചു വാടി. എല്ലാരും മുറുകെ പിടിച്ചോ. ഓരേ, എന്താണ് പാറുകുട്ടി നീ എന്നെ ചെയ്യാൻ പോണേ? ഒന്നുമില്ല ചേച്ചി. എടാ സുലൈമാനെ, ആ കഷായം ഇവിടെ ഒഴിക്കടാ. ഓക്ക് പാറുകുട്ടി. അയ്യോ, എനിക്ക് കഷായം വേണ്ടേ. വിടടാ, എല്ലാരും വിടടാ. ചേച്ചി കുടിക്ക് അങ്ങോട്ട്. കുളു 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 കുളു. ആ അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. വെരി ഗുഡ്. ഇനി എന്നെ വിടടാ, ഞാൻ പോട്ടെ. കഷായം കുടിച്ച് തീർന്നില്ലേ? അത് പറ്റൂല. ഇനി പുളിഞ്ഞ മുട്ട തിന്നണ്ടേ? എടാ ദുഷ്ടന്മാരെ. സീവേച്ചിന്റെ ക്ഷീണം മാറ്റിയിട്ട് ഞങ്ങളെ ഇപ്പൊ കളിക്കാൻ പറ്റത്തുള്ളൂ. വേഗം തിന്നു ചേച്ചി. എനിക്ക് വേണ്ടടി. എടി പാ ചേച്ചി, സീവേച്ചിക്ക് വേണമെങ്കിൽ വേണ്ട. ഞാൻ തിന്നോളാം. എനിക്ക് നല്ല ക്ഷീണുണ്ട്. നീ പൊടി തിന്നുമ്പോഴേ ഇതെന്റെ സീവേച്ചിന്റെ പുളിഞ്ഞ മുട്ടയാ. ദുഷ്ടത്തി പാറു. എടാ സുലൈമാനെ വേഗം കൊടുക്ക്. എനിക്ക് വേണ്ട, ഞാൻ ഛർദ്ദിക്കുള്ളൂ. നല്ല പുളിഞ്ഞ മുട്ട. പിങ്കുമോളെ, നീ കോഴിമുട്ട കൊണ്ട് ഓടിക്കോ. എന്റെ ശിവേച്ചിന്റെ മുട്ട താടി. ഇത് ശിവേച്ചിന്റെ മുട്ട, കോഴിന്റെ മുട്ടയാ. പിങ്കുമോളെ ഓടി രക്ഷപ്പെട്ടോ. നീലു, ഒന്ന് വേഗം ഒന്ന് വാടി. ഇതാ വരുന്നു ബാലു, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂറായി. എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം ഇത്ര ഒരുക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഞാൻ റെഡി. പോവാ ബാലു. എന്തെങ്കിലും നോക്കണേ. ഇന്ന് നിന്നെ കാണാൻ എന്താ ഒരു പ്രത്യേക ഒരു ഭംഗി. ഒന്ന് പോ ബാലു, ചുമ്മാ കളിയാക്കല്ലേ. അല്ലടി, ഞാൻ പറഞ്ഞ സത്യാണെന്നേ. ഇന്ന് നല്ലൊരു ഐശ്വര്യം കാണാൻ. അച്ഛാ പോവാ. ഷെടാ, നശിപ്പിച്ച്. എന്താ അച്ഛന്റെ മുഖത്തൊരു വൈകല്യം? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലാവോ? അങ്ങനൊന്നുമില്ല മോളെ. അച്ഛന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് ജന്മനാ കിട്ടിയതാ മക്കളെ. മനസ്സിലായി.
എന്ത് മനസ്സിലായിന്ന്? അതന്നെ. ഏതന്നെ? അച്ഛൻ അമ്മയോട് കാശ് ചോദിച്ചപ്പോഴേ അമ്മ വഴക്ക് പറഞ്ഞില്ലേ, ഞാൻ കണ്ടു. ഓ, അതാണല്ലേ മക്കള് വിചാരിച്ചേ. അച്ഛനങ്ങ് പേടിച്ചു പോയി. അച്ഛനെന്തിനാ പേടിച്ചേ? അതൊന്നുമല്ല മക്കളെ, മക്കള് സ്കൂട്ടി കയറി, നമുക്ക് പോവണ്ടേ? ഓക്കച്ചാ. അല്ല, ആദ്യം എങ്ങോട്ട് പോണേ? നമ്മുടെ ഗായത്രി ഡോക്ടറില്ലേ, അവരുടെ വീട്ടിൽ ആദ്യം പോവാ. ഏത് ഗായത്രിയാടി? നമ്മുടെ ശിവമോളെ ക്ലാസ് പഠിക്കുന്ന രാഹുലില്ലേ, അവന്റെ അമ്മയാണേ. ആദ്യം രാഹുലേട്ടന്റെ വീട്ടിൽ പോണേ. അതെ മക്കളെ. മുറുകെ പിടിക്കണേ. അച്ഛാ, എന്താ മക്കളെ? എനിക്കാ കാര്യം മനസ്സിലായിട്ടോ. എന്ത് കാര്യാടി? അച്ഛനും അമ്മയും ലവ്വാണല്ലേ? അച്ഛാ, ഞാൻ ആരോടും പറയട്ടോ. എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നാ മതി. എടി കാന്താരി, നീ ആള് കൊള്ളാലോ. ഞാൻ അച്ഛന്റെ മോളല്ല അച്ഛാ.